ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായില്ലേ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. അപ്പോൾ ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് വിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് മോണിറ്റൈസിങ് ആയോ, അതോ എന്ത് പറ്റി, ഇപ്പോൾ വീഡിയോസൊന്നും ഇല്ല, നിർത്തുവാണോ, അവസാനിപ്പിച്ചോ, പിന്നെന്താണ് ചോദിക്കുന്നത്, എന്ത് പറ്റിയെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കേട്ടോ. കൂടുതൽ ആളുകൾ എന്ത് പറ്റി വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്തെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തിരക്കായിരുന്നു, അതൊക്കെ കൊണ്ടാണ് വീഡിയോസൊന്നും ഇടാത്തത്. അപ്പോൾ കുറച്ച് സാഡായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാരണം വീഡിയോ ഒന്നും ഇടണ്ട എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ ഇപ്പം ഒരുപാട് പേര് പേഴ്സണലി വാട്സാപ്പിലൊക്കെ മെസ്സേജ് വിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ്. അപ്പോൾ ചില ആളുകൾ ചിലരോട് ചോദിച്ചിട്ട് അവർ വഴി ഞാൻ എത്തുന്നുണ്ട് എന്ത് പറ്റി വീഡിയോ ഇടാത്തതെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് വന്ന ഇന്ന് വീഡിയോ എന്താ ഇടാത്തതിൻ്റെ കാരണമൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ വീഡിയോ, ഒരുപാട് വലിച്ചു നീട്ടി കാര്യങ്ങളൊന്നും പറയുന്നില്ല, വളരെ ചെറിയ രീതിയിൽ കാര്യം പറഞ്ഞങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യത്തിലോട്ട് പോകാം, വെറുതെ വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പോൾ കുറച്ച് സമയം എടുത്തതിന് ശേഷം ഞങ്ങൾ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കാം. വീട്ടിലെ കാര്യങ്ങളും അല്ലാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. പാചക കാര്യങ്ങൾ, ഒരുപാട് പാചകങ്ങളൊക്കെ നോട്ട് ചെയ്തൊക്കെ വെച്ചായിരുന്നു കേട്ടോ, ഞാൻ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ എനിക്ക് അതിനൊന്നും ഒരു മൂഡില്ലാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ തന്നെ എൻ്റെ മാമന് പെട്ടെന്ന് വയ്യാതൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു. അമ്മയുടെ നേരെ താഴെയുള്ള ആളാണ് കേട്ടോ. അപ്പോൾ മാമൻ ആശ്രമ മെഡിസിറ്റിയിലെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അപ്പോൾ മാമൻ ഇച്ചിരി സീരിയസ് ആകുകയും മാമൻ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വിഷമത്തിലും ഒക്കെ ആയിരുന്നു എല്ലാവരും. കുടുംബം മൊത്തം ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് എല്ലാവരും പോകുന്നത് നമ്മുടെ കുടുംബത്തിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയണ്ട, നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്ത് പോകാനൊന്നും നമുക്ക് അങ്ങോട്ട് മൂഡ് കാണത്തില്ല. എനിക്ക് ഒട്ടും പറ്റത്തില്ല. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കാര്യം വന്നാൽ പോലും പെട്ടെന്ന് സാഡാകുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് ഫ്രണ്ട്സിന് അറിയാവുന്നത്. എനിക്ക് ചെറിയൊരു കാര്യം പോലും എന്നെ പെട്ടെന്ന് തളർത്തി കളയുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഒരുപാട് വിഷമം വന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്തത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഓണവും കാര്യങ്ങളൊന്നുമില്ല, ഓണം സെലിബ്രേഷനൊന്നുമില്ല. ഇനിയിപ്പം നമ്മുടെ 6-ാം തീയതി വെള്ളിയാഴ്ച പൊന്നുകുട്ടിക്കും കണ്ണൻകുട്ടനും എക്സാം തുടങ്ങുവാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ മാമൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പം 6-ാം തീയതി തൊട്ട് 12-ാം തീയതി വരെ എന്താണ് പൊന്നുകുട്ടിക്കും കണ്ണൻകുട്ടനും എക്സാമും കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ തിരക്ക്, അതിൻ്റെ കൂടെ അവിടെ ആലപ്പുഴയിലാണ് കേട്ടോ മാമൻ്റെ വീട്. അപ്പോൾ അങ്ങോട്ട് പോകണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്തത്. അപ്പം ഇനിയിപ്പം ഓണം സെലിബ്രേഷൻ പൊന്നുകുട്ടിയുടെ സ്കൂളിൽ 13-ാം തീയതിയാണ്. അപ്പം അത് സ്കൂളിലല്ലേ ആ സെലിബ്രേഷൻ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വീഡിയോസ് ഇടുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഇട്ടായിരുന്നു പൊന്നുകുട്ടിയുടെ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ. ഇത്തവണയും കൂടിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്തവണയും കൂടെ ആ സെലിബ്രേഷൻ ഇട്ടില്ലെങ്കിൽ ശരിയാകത്തില്ല. കാരണം പൊന്നുകുട്ടി ആ സ്കൂളിൽ ഇത്തവണയും കൂടിയേ ഉള്ളൂ കേട്ടോ. ടൗൺ LP സ്കൂൾ ചേർത്തലയിൽ 4-ാം ക്ലാസ് വരെ ഉള്ളൂ. അതൊരു വലിയ വിഷമമായൊരു കാര്യവും കൂടിയാണ്. കാരണം നല്ലൊരു രസമാണ് കേട്ടോ നമ്മുടെ ടൗൺ LP സ്കൂള്. ഇനി ആരെങ്കിലും കുഞ്ഞുങ്ങളെ കൊണ്ട് ചേർക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ LKG തൊട്ട് 4-ാം ക്ലാസ് വരെ അടിപൊളിയാണ് കേട്ടോ. ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവിടുത്തെ സെലിബ്രേഷൻസ് ഒക്കെ സൂപ്പറാണ് കേട്ടോ. ഈ ഓണം സെലിബ്രേഷനൊക്കെ വളരെ നല്ല രീതിയിലാണ്. എനിക്ക് ചേർത്തലയിൽ വേറെ സ്കൂളുകളിൽ ഈ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് 13-ാം തീയതിയാണ് പൊന്നുകുട്ടിയുടെ ഓണം സെലിബ്രേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇത് കഴിയുമ്പോൾ ചിലപ്പോൾ അതായിരിക്കാം വീഡിയോ, അറിയില്ല എങ്ങനെയാണെന്ന്. ചിലപ്പം അങ്ങ് വീഡിയോ ഇട്ട് പോകും. നമുക്ക് ഞാനിത് എൻ്റെ ഒരു എന്താ പറയുന്ന ജോലി പോലെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ഈ യൂട്യൂബ്. അതിപ്പം മോണിറ്റൈസിങ് ആയാലും ആയില്ലേലും എന്തൊക്കെ വന്നാലും ഇതങ്ങ് ഇട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതങ്ങ് നമുക്ക് ഇപ്പോൾ അറിയാമല്ലോ, യൂട്യൂബ് എന്ന് പറയുന്നത് യൂട്യൂബ് ജോലിയായിട്ട് ചെയ്ത് നടക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ. അത് അവരുടെ ജോലിയാണ്. ഇപ്പോൾ ഓഫീസിൽ പോയി വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ യൂട്യൂബുമായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്ക് അവരുടെ വരുമാനമാണ്, അവരുടെ എല്ലാം ആണത്. അപ്പോൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങളും, ഇപ്പം നമ്മുടെ സുജിത് ഭക്തനൊക്കെ ഇല്ലേ, അവരൊക്കെ അവരുടെ എല്ലാം ആ യൂട്യൂബ് ചാനലാണ്. അവരുടെ ജീവിതമേ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അവരുടെ ജോലി അതാണ്. അപ്പം ഞാൻ എൻ്റെ ജോലിയായിട്ടൊന്നും ഞാൻ കാണുന്നില്ലെന്നല്ല, അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം. എപ്പോൾ സക്സസ് ആകുമെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ 5, 6, 7 വർഷം ആവുമായിരിക്കും സക്സസ് ആകാൻ. ഒരുപാട് പേര് പറയുന്നുണ്ട് ഇതൊക്കെ സക്സസ് ആണെങ്കിൽ 8 വർഷമൊക്കെ എടുക്കും. എനിക്കറിയാവുന്നൊരു ഫ്രണ്ട് ഉണ്ട് എൻ്റെ കൂടെ, ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. 8 വർഷമായി ഇതിൻ്റെ പുറകെ നടക്കുന്നു. ഇപ്പോഴാണൊന്ന് മോണിറ്റൈസിങ് ആയി വരുമാനമായി എന്ന് പറയുന്നുണ്ട് കേട്ടോ.
അപ്പം നമുക്ക് എപ്പോഴാണ് നമ്മുടെ ഭാഗ്യം തെളിയുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും എനിക്കിത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണമെന്നാണ്. എന്തൊക്കെ സംഭവിച്ചാലും അത് മുന്നോട്ട് കൊണ്ടുപോകാം. എൻ്റെ രാജേഷന് സപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകും കേട്ടോ. അണ്ണനിത് നിർത്തുന്നതിൽ ഒട്ടും താല്പര്യമില്ല, മക്കൾക്കും താല്പര്യമില്ല. അമ്മ മുന്നോട്ട് തന്നെ കൊണ്ടുപോകണമെന്നാണ് പൊന്നുകുട്ടി പറയുന്നത്. അപ്പോൾ എവിടം വരെ പോകും നമുക്ക് നോക്കാം, അതിനനുസരിച്ച്. അപ്പോൾ ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതെന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞേക്കാം. പിന്നെ ആ ഓണത്തിൻ്റെ അന്ന് ചിലപ്പോൾ കുഞ്ഞുങ്ങളെ രാജേഷൻ്റെ വീട്ടിലായിരിക്കും, രാജേഷൻ്റെ വീട്ടിൽ എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ല, അപ്പോൾ അവിടെ ആയിരിക്കാം. അതങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും കാണത്തില്ല. കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് ഇച്ചിരി ചോറ് നമ്മൾ കൊടുക്കണമല്ലോ ഓണമായിട്ട്. അപ്പം എൻ്റെ ഈ വീട്ടിൽ ഞാൻ എന്തായാലും ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോകും അങ്ങനെയൊന്നുമില്ല. പൊന്നുകുട്ടിക്കും കണ്ണൻകുട്ടിനും പൊന്നുകുട്ടിയുടെ അപ്പൂപ്പനും അമ്മൂമ്മയും രാജേഷൻ്റെ അച്ഛനും അമ്മയും എന്തായാലും ഡ്രസ്സ് എടുത്ത് കൊടുക്കും. പിന്നെ പേരമ്മ ആരെങ്കിലും എടുത്ത് കൊടുക്കും കേട്ടോ, അത് വേറൊരിത്. അപ്പോൾ അങ്ങനെ അതെല്ലാ കൊല്ലവും കുഞ്ഞുങ്ങൾക്ക് അവരെടുത്ത് കൊടുക്കുന്നതാണ്. എൻ്റെ ചേച്ചിയാണെങ്കിലും ഒക്കെ എടുത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് അങ്ങനെ, അതിപ്പോൾ ഉടനെയൊന്നുമില്ല, കുറച്ചൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്ക് മാത്രം അവരുടെ ഒരു ഹാപ്പിനെസ്സിന് നമ്മൾ ചെറിയ രീതിയിൽ ഓണം ആഘോഷിച്ചില്ല. എപ്പോഴും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്നില്ല, രാജേഷൻ്റെ വീട്ടിൽ മാത്രം എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ ചെയ്യത്തേ ഉള്ളൂ. പിന്നെ നമ്മൾ ഡ്രസ്സ് എടുപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അടുത്തവണ ഓണം എന്തായാലും ഇല്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്തത്. മൊത്തത്തിലൊരു എന്താ പറയുന്നത്, ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് എല്ലാവരും, വിഷമത്തിലാണ് എല്ലാവരും. ആർക്കും ഒരു 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 ഇതില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു മൈൻഡിലാണ് എല്ലാവരും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാത്തത്. എടുത്തു വെച്ചിട്ടുണ്ട്, അതുപോലെ ഞാൻ ഇടുന്നില്ല. ചില പാചക വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ജസ്റ്റ്, പക്ഷെ എനിക്കതൊന്നും ഇടാനൊരു മൂഡ് തോന്നുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കോടുകൂടി അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് പോകാവുന്നതാണ്. ഞങ്ങൾക്ക് 2 കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ബ്രദറിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു, പിന്നെ ഇന്ന് ബുധനാഴ്ച ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഒന്നും പോയില്ല കേട്ടോ കല്യാണത്തിന്. ബ്രദറിൻ്റെ കല്യാണത്തിനും പോകണമെന്നൊക്കെ ആഗ്രഹിച്ചാണ്, പക്ഷെ ഒന്നും പോകുന്നില്ല. കാരണം നമുക്കിത് ഒരു വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടായിപ്പോയി മാമൻ്റെ ആ ഒരിത്. അതുകൊണ്ട് ഒന്നിനും നമ്മൾ പോകുന്ന കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് വീഡിയോ ഇടാത്തത്. പിന്നെ നമ്മുടെ പൊന്നുകുട്ടിക്കും കണ്ണൻകുട്ടനും എക്സാമാണ്. നമ്മുടെ കണ്ണൻകുട്ടൻ ആദ്യത്തെ എക്സാം തുടങ്ങുകയാണ് കേട്ടോ. അവൻ്റെ സ്കൂൾ ലൈഫിലോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ എക്സാമാണ്. ഈ പറയുന്ന ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു, അല്ല ഫ്രൈഡേ അല്ല, മൺഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. മൺഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുഴപ്പമില്ല, ആൾ പഠിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും അംഗനവാടി പോയപ്പോൾ ആ മടിയും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം യൂണിഫോം ഒക്കെ ഇട്ടില്ല. ഞാൻ യൂണിഫോം ഇട്ടിട്ടുള്ള ഷോർട്സ് എന്തോ ഞാൻ ചെയ്തിട്ടുള്ളൂ, ഇതുവരെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല. കാരണം അതിനുള്ളൊരു സാവകാശം കിട്ടിയില്ല. ലേറ്റായിട്ടാണ് കണ്ണൻകുട്ടൻ്റെ സ്കൂളിൽ യൂണിഫോം കിട്ടിയത് കേട്ടോ. അതുകൊണ്ടാണ് യൂണിഫോം ഇട്ടിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ 2 പേരും സ്കൂളിലൊക്കെ പോയി. നാളെ പൊന്നുകുട്ടിക്ക് സ്റ്റഡി ലീവ് ആയിരിക്കും, തേഴ്സ്ഡേ. ഫ്രൈഡേ തൊട്ട് പൊന്നുകുട്ടിക്ക് എക്സാം തുടങ്ങും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ടോ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. അല്ലാതെ നിർത്തിപ്പോയിട്ടൊന്നും ഇല്ല, ഇവിടെയൊക്കെ തന്നെയുണ്ട്. അപ്പോൾ പതുക്കെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരണമെന്നാണ് ആഗ്രഹം. എന്താവുമെന്നറിയില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെന്താണ് പറയേണ്ടത്? പിന്നൊന്നും പറയാനില്ല. അപ്പോൾ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം എന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളല്ലോ അല്ലേ. അപ്പോൾ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. 4K ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേ താമസിച്ച് 4K ആകാനായിട്ട്. 3Kയിൽ നിന്ന് 4Kയിൽ എത്താനായിട്ട് നല്ല താമസം. ഒന്നും അല്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഞാനിന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം മില്യൺസ് അതിനപ്പുറത്ത് ഇപ്പോൾ 10K 50K അതൊന്നും അല്ല. നമുക്ക് 3K ആണെങ്കിലും നമുക്കത് ഹാപ്പിയാണ്. 3Kയിൽ കുറച്ച് പേരെങ്കിലും നമുക്ക് കാണുന്നുണ്ടല്ലോ, 200 പേരെങ്കിലും കാണുന്നുണ്ടല്ലോ, ചിലർ 300 വ്യൂ എങ്കിലും കിട്ടുന്നുണ്ടല്ലോ. അത്രയും പേരെങ്കിലും കാണുന്നുണ്ടല്ലോ, അതൊക്കെ സന്തോഷം. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടാണെങ്കിലും അല്ല ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും യൂട്യൂബിൽ വീഡിയോ കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട് പറയുന്നതൊക്കെ. എനിക്ക് തോന്നില്ല കേട്ടോ ഞാൻ പറയുന്നതൊക്കെ രസമാണെന്ന്, പക്ഷെ ചിലർ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്, നല്ലതാണ്, മുന്നോട്ട് പോകണം, നിർത്തണ്ട. ഞാൻ അവരോട് പറയും നിർത്തിയാലോ എന്നൊക്കെ ഇങ്ങനെ ഞാൻ ചോദിക്കും കേട്ടോ. എനിക്ക് താല്പര്യമില്ല, നിർത്താം. പക്ഷേ ഈ രാജേഷനെ സമ്മതിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് നിർത്തണ്ട, നീ മുന്നോട്ട് തന്നെ പോകും, വരുമാനം കിട്ടുക കിട്ടാതിരിക്കുക അതല്ലല്ലോ, നമുക്ക് അങ്ങോട്ട് ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ പറയാറുണ്ട് കേട്ടോ. അതൊക്കെ ഒരു സന്തോഷമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു സന്തോഷം സമാധാനം അങ്ങനെ കേൾക്കും. ആരെങ്കിലുമൊക്കെ അങ്ങനെ ഒരു
10-ലൊരു 3 പേരെങ്കിലും പറയുമ്പോൾ, 3 അല്ല കേട്ടോ, അതിൽ കൂടുതൽ ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ചിലരൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോഴും അവരൊക്കെ പറയും യൂട്യൂബ് വീഡിയോ കാണാറുണ്ട് കേട്ടോ, ഇഷ്ടപ്പെടുന്നുണ്ട്, നല്ലതാണ് കേട്ടോ, മുന്നോട്ട് പോകണം കേട്ടോ, നിർത്തിയൊന്നും പോകരുത് കേട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ രാഷ്ണം പറയും, ഇടയ്ക്ക് വെച്ചെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്ന് വെച്ചാൽ എന്താ, എനിക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. എനിക്ക് എന്ത് കാര്യമാണെങ്കിലും, ഇപ്പം ഒരു ഫ്രണ്ട്സായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ പോലും എനിക്ക് എന്തെങ്കിലും വിഷമം തോന്നിയാൽ ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അതിപ്പോൾ എന്താണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഞാൻ. അപ്പോൾ ഇവിടെ രേഷ്ണം പറയും, നീ ഇത് മുന്നോട്ട് കൊണ്ടുപോകും, മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കണ്ട, മുന്നോട്ട് കൊണ്ടുപോകും, നമുക്ക് നോക്കാം, എവിടം വരെ പോകുന്നു നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് എന്താ പറയുക, കൂടുതലൊന്നും ഞാൻ പറഞ്ഞ് ഇങ്ങനെ വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നേരത്തെയൊക്കെ പറയാമായിരുന്നു ഞാൻ ഇച്ചിരി വലിച്ചു നീട്ടലാണ്, ബോറടിയാണെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ് വീഡിയോ ഇടാത്തേ എന്നുള്ള കാര്യം പറയാനായിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.